നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് എന്റെ കാലിന് വല്ലാത്ത വേദന, നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മീനാക്ഷി വാ, ഞാൻ പിടിക്കാം. അച്ഛനെങ്കിലും ടെൻഷൻ അടിച്ച് ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അവരിങ്ങ് എത്തിക്കോളും. സച്ചേട്ടനും ഏട്ടത്തി മാത്രമല്ലല്ലോ, അവരുടെ കൂടെ കാർത്തിക് മീനാക്ഷി ഇല്ലേ? ആരൊക്കെ ഉണ്ടായിട്ടെന്താ? എന്റെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് കാണുമോ എന്ന് ആർക്കറിയാം. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അർച്ചനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. കണ്ടില്ലേ നിന്റെ അച്ഛൻ നിന്ന് ഒരുങ്ങുന്നത്? ഇപ്പോഴും സ്വന്തം മോനെ കുറിച്ച് ഓർത്തല്ല നിന്റെ അച്ഛന്റെ വേവലാതി, മരുമകളെ കുറിച്ച്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. മകളേക്കാൾ പ്രിയം എപ്പോഴും മരുമകളോടാണല്ലോ. ഞാനും ഇവിടുത്തെ മരുമകള് തന്നെയാ, മൂത്ത മരുമകൾ. എന്റെ കാര്യത്തിൽ അച്ഛൻ ഇങ്ങനെ ഒരുങ്ങുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതിന് വെറുതെ മരുമകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മായിയപ്പനെ മണിയടിക്കാനും അറിയണം. അർച്ചനടുത്തേക്ക് അത് നന്നായിട്ട് അറിയാം. നമുക്ക് പോലീസ് വിവരം അറിയിച്ചാലോ? അച്ഛൻ പേടിക്കണ്ട, സച്ചേട്ടൻ ഏട്ടത്തെയും കൊണ്ടേ വരും. ഏട്ടത്തി ഇങ്ങനൊന്ന് വിഷമിക്കാതെ. കാർത്തിക് അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ, അവൻ മീനാക്ഷി കൊണ്ടേ വരൂ. ഏട്ടത്തി അങ്ങോട്ടോ, അവിടെ ഒന്ന് സമാധാനമായിട്ടിരിക്കാം. ആ ഏട്ടത്തി, ഞാനല്ലേ വിളിക്കുന്നത്, വാ. സച്ചി, നമുക്കേ ഇങ്ങോട്ട് നോക്കാം, വാ, ഇവിടേക്ക് നോക്കാം, വാ. അവർ ഈ കാടിനുള്ളിൽ എവിടെയോ ഉണ്ട്, സംശയമൊന്നും വേണ്ട. കാർത്തിക്, സൂക്ഷിക്കണം, ആന ഇറങ്ങുന്ന സ്ഥലമാ, വാ. ഈ ഗുളിക കഴിക്കേ. അതിന് എനിക്ക് രാത്രി കഴിക്കാനുള്ള ഗുളിക ഏതാണെന്ന് നിനക്കറിയാവോ? എനിക്കറിയാം. അർച്ചനയ്ക്ക് അറിയൂ. കവറിന് പുറത്ത് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവനെന്താ കൊച്ചുകുട്ടിയാണോ വെച്ചാ? അച്ഛന്റെ മെഡിസിൻ എടുത്തു തരാൻ അവനറിയത്തില്ലേ? അത് ശരിയാവില്ല. ചില കവറിലെ ഗുളികകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. അത് നോക്കി എടുത്തു തരാൻ അർച്ചനയ്ക്ക് മാത്രമേ അറിയൂ. അച്ഛാ, ഇത് മാറിയിട്ടൊന്നുമില്ല, രാത്രി കഴിക്കേണ്ട ഗുളിക തന്നെ. വേണ്ട, നീ അതോടെ വെച്ചേക്ക്. ഞാൻ അർച്ചന വന്നിട്ട് കഴിച്ചോളാം. അച്ഛാ, രാത്രി കഴിക്കാനുള്ള ഗുളിക തന്നെയാ, കവറിലെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും വേണ്ട, അർച്ചന വരട്ടെ.
അച്ഛൻ എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? അർച്ചന ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ അച്ഛൻ ഗുളിക കഴിക്കില്ലെന്നാണോ? അവൾ അങ്ങ് ചത്തുപോയാ നിന്റെ അച്ഛൻ ഗുളിക കഴിക്കുന്ന നിർത്തോ? അതോ മരുമോളുടെ കൂടെ ചാവോ? ഈ വീട്ടിലുള്ള വേറെ ആർക്കും ഒന്നും അറിയില്ലെന്നാ നിന്റെ അച്ഛന്റെ വിചാരം. ഇതൊക്കെ വേണമല്ലേ ഏട്ടത്തിക്ക് പഠിച്ചു വെക്കായിരുന്നു. അമ്മായി അച്ഛനെ പരിചരിക്കുന്നതേ ഇളയ മരുമകൾക്ക് മാത്രമല്ല മൂത്ത മരുമകൾക്കും ആവാം. ആദ്യമൊക്കെ ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നെ. എന്റെ സ്ഥാനം അവള് തട്ടിയെടുത്തതാ. ഇനിയിപ്പൊ സ്വന്തം മോള് തന്നെ അത് ഏറ്റെടുത്ത് നടത്തുന്നതാ നല്ലത്. അയ്യോ വേണ്ടായേ, അല്ലെങ്കിൽ എന്റെ സ്ഥാനം ഇപ്പൊ ഔട്ട് ഹൗസിലാ. ഞാനില്ലേ. അച്ഛാ, മരുന്ന് കഴിച്ചില്ലെങ്കിൽ BP കൂടും, അത് മറക്കരുത്. ദാ ഇത് കഴിക്കേ. കഴിക്കച്ച. ഈശ്വര, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. മീനാക്ഷി, മീനാക്ഷി എഴുന്നേക്ക. എഴുന്നേക്ക. വാ, എനിക്ക് എന്റെ കാലിന് വല്ലാത്ത വേദന. നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മീനാക്ഷി വാ, ഞാൻ പിടിക്കാം. പതുക്കെ. നമുക്ക് പോയി നോക്കാം. ആൾതാമസം ഉണ്ടെന്ന് തോന്നുന്നു. വിളിച്ചു നോക്കാം. ഇവിടെ ആരും ഇല്ലേ? അകത്ത് ആരെങ്കിലും ഉണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.